ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ 50% സെയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം തന്നെ കയറിയത് നമ്മുടെ വെസ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടെ താഴെ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്, അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ആണ്. അവിടെ കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ നമ്മൾ മുകളിൽ കയറി. ഈ സമയത്തൊക്കെ പ്രണവ് അവിടെ ഷർട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുകയും നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് അവിടെ കുറച്ച് ഗ്ലാസും കപ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ആസ്വദിച്ച് അവിടുന്ന് നേരെ പ്രണവിൻ്റെ അടുത്തേക്കാണ് പോയത്. കാശിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്ന് കരിമ്പന്തോട്ടത്തിൽ ആന കയറിയ ഒരു അവസ്ഥയായിരുന്നു. ഒച്ചപ്പാടും ബഹളവും ഓടി നടക്കലും അവൻ്റേതായിട്ടുള്ള കുസൃതികളും വില്ലത്തരങ്ങളും ഒക്കെ വേറൊരു സൈഡിൽ. ഇത് അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്ന ചേച്ചി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലാൽ ഇവനായിട്ട് ഒരു സ്ഥലത്തും പോവില്ല എന്നുള്ളൊരു തീരുമാനം പുള്ളിക്കാരത്ത് ഇന്നത്തോടു കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രണവ് രണ്ട് ഷർട്ടുകൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ആളോട് പറയായിരുന്നു ഓഫീസിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് എടുക്കുക എന്നുള്ളത്. അങ്ങനെ അവിടെ ഒരു കുട്ടീനെ കണ്ടോ, നമ്മുടെ കൂട്ടുകാരത്തിയാണ്. അങ്ങനെ ആളിതാ ഈ ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. ആളല്ല, ഞാനാണ് സെലക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു ഇത് മതി, ഇത് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതേ എടുത്തു. അപ്പം തന്നെ ഞാൻ താഴത്തേക്ക് പോന്നു കേട്ടോ. അവിടെ ബില്ലിങ് നടക്കുന്നതിന് മുന്നേ താഴത്തോട്ട് ഇറങ്ങി. എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയതുണ്ടോ നോക്കണമല്ലോ. അങ്ങനെ ഇവിടെ നേരെ വന്നു, കുറച്ചൊന്ന് റൗണ്ടൊക്കെ അടിച്ചു നേരെ പോയി. ഒന്നും വാങ്ങിയതൊന്നുമില്ല. അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. കല്യാൺ സിൽക്സിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് 50% ഓഫ് ഉണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോളൂ. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ ഉണ്ടെന്ന് തന്നെ പറയണം. അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചോക്ലേറ്റ്സ് ആയിട്ടും മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം 50% ഓഫ് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് നേരത്തെ സപ്ലൈകോയിൽ പോയിട്ട് വാങ്ങിയതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അത് ഇച്ചിരിയേച്ച പർച്ചേസ് ചെയ്ത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇന്നത്തെ അവസാനിച്ച്. ഹാപ്പി.